ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ മാസം 23-ാം തീയതിയാണ്. ഇന്നലെ പഠിച്ച വചനം തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനമാണ്. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. സന്തോഷത്തോടെ ഈ വചനം പഠിക്കണം. ഈ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കലും പാപം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. സ്വപ്നം കാണാറുണ്ടോ? വലിയ സ്വപ്നങ്ങൾ കാണുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് സാധിച്ചു തരും. നാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സെക്കൻഡ് ബുക്ക് ഓഫ് കിങ്സ്. ഞാൻ ഒരു വചനമല്ല ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വചനഭാഗമാണ്. സെക്കൻഡ് ബുക്ക് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു. കുഷ്ഠരോഗിയായിരുന്നു. അദ്ദേഹം ധൈര്യശാലിയും പരാക്രമിയൊക്കെ ആയിരുന്നതുകൊണ്ട്, ബഹുമാനിതനുമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ആ പദവിയിൽ തുടരാൻ രാജാവ് അനുവദിക്കുകയാണ്. ഇസ്രായേൽക്കാരെ ആക്രമിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ സിറിയക്കാർ തട്ടിക്കൊണ്ടുപോയി. ആ പെൺകുട്ടി ഈ നാമാൻ്റെ വീട്ടിലെ ഭാര്യയുടെ പരിചാരികയായിരുന്നു. ആ പരിചാരിക ഒരു ദിവസം പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയായിലായിരുന്നെങ്കിൽ, ദൈവപുരുഷൻ്റെ അടുത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുഷ്ഠം മാറുമായിരുന്നു. ഈ വിവരം സിറിയ രാജാവിനെ നാമാൻ അറിയിക്കുന്നു. കത്ത് കൊടുത്ത് ഇസ്രായേൽ രാജാവിൻ്റെ പക്കലേക്ക് അയക്കുന്നു. അവിടെ ഇസ്രായേൽ രാജാവ് തൻ്റെ വസ്ത്രം കീറി കോപം കൊണ്ട് വസ്ത്രമൊക്കെ വലിച്ചു കീറുന്നുണ്ട്. ഇതറിഞ്ഞ ദൈവപുരുഷനായ എലീശ തൻ്റെ അടുക്കലേക്ക് നാമാൻ വരുവാനായിട്ട് ആളയക്കുക. അവിടെ വന്നപ്പോൾ നാമാനോട് പറയുകയാണ്, നീ പോയി ജോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. ആ വാക്ക് കേട്ടപ്പോൾ നാമാന് അസ്വസ്ഥത തോന്നി, ദേഷ്യം തോന്നി. തൻ്റെ രാജ്യത്ത് വളരെ ശ്രേഷ്ഠമായ നദികൾ ഉണ്ടായിട്ടും ഇവിടെ എന്തിനാ ഞാൻ കുളി, അവിടെ പോയി കുളിച്ചൂടെ? എന്നാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവികമായ വാക്കുകൾ കേട്ട് 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിച്ച നാമാൻ്റെ ശരീരം ശിശുവിൻ്റേതുപോലെ ആയി എന്നാണ് 14-ാമത്തെ വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസാധ്യങ്ങളെന്ന് തോന്നുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നാം മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ ദൈവത്താൽ ഇതെല്ലാം സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുക എന്നുള്ളതാണ്. ദൈവവചനം അനുസരിച്ചാൽ അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കുന്ന ഒരു വലിയ ദൈവം നമ്മോട് കൂടിയുണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന ആ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ ചെങ്കടൽ 2ആയി വിഭജിച്ച് അവർക്ക് അതിലൂടെ നടന്നു പോകാൻ ദൈവം വഴിയൊരുക്കിയെങ്കിൽ, ഒരു പുതിയ വഴി വെട്ടുവാനായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് വാതിലുകൾ അടഞ്ഞോട്ടെ, എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു പുതിയ വഴി നിനക്കായിട്ട് ദൈവം തുറക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ കൂടെ നടന്ന് ചേർന്ന് നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. നാമാനെ പോലെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.